ദ ജേർണലിസ്റ്റിലേക്ക് കൈവിട്ട കളിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറങ്ങിത്തിരിക്കുമ്പോൾ വീരശൂര പരാക്രമികളായ അമേരിക്കൻ സൈനികരെ ഓർത്ത് സഹതപിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം ആകാശമാർഗം വിമാനത്തിൽ ചെന്ന് പാവങ്ങളുടെ നെഞ്ചത്ത് ബോംബിട്ട് യുദ്ധവിജയമായി പ്രഖ്യാപിച്ച് വീരസ്യം പറഞ്ഞ് തിരിച്ചു പറന്നു പോരുന്നത് പോലെയല്ല കരയുദ്ധത്തിന് ഇറാന്റെ നേരെ ചെന്നാൽ സംഭവിക്കുക. എന്താണ് സംഭവിക്കുക എന്ന് ട്രംപ് അനുഭവിച്ചറിയാൻ പോകുന്നതേയുള്ളൂ. നിരവധി 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 അമേരിക്കൻ സൈനികരെ ബലി കൊടുക്കാൻ പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണം. കാരണം കരയുദ്ധത്തിൽ 10 ലക്ഷത്തോളം സൈനികർ, അതും സ്വന്തം രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിനും പരമാധികാരം സംരക്ഷിക്കാനും വേണ്ടി രക്തസാക്ഷികളാകാൻ തയ്യാറായി നിൽക്കുന്ന 10 ലക്ഷത്തിലധികം വരുന്ന സൈനികർ. ആ ഇറാൻ സൈന്യത്തെ നേരിടാൻ പരമാവധി 50,000 സൈനികരുമായിട്ടാണ് ട്രംപ് ഖാർഗു ദ്വീപിലേക്കും ഇറാനിലേക്കും കരയുദ്ധത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്. 3500 മറീനുകളെ മാത്രമാണ് ഇപ്പോൾ ട്രംപ് പശ്ചിമേഷ്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ 10 ലക്ഷം ഇറാൻ സൈന്യത്തെ നോക്കി ഇപ്പുറത്ത് 3500 സൈനികരെ വെച്ച് ഇപ്പോഴേ വെല്ലുവിളിക്കുന്ന ട്രംപിൻ്റെ മാനസികാവസ്ഥ, ആ യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ഭീകരമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ബാലിശമെന്നോ എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ട്രംപിൻ്റെ ഈ പ്രവൃത്തിയെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? പ്രേക്ഷകർ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾ ഇടപെടും തോറും വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള നിലപാടുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. കാരണം അത് വായിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിക്കും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഖാർഗു ദ്വീപിലേക്ക് 50,000-ഓളം സൈനികരെ പരമാവധി അയക്കും എന്നാണ് ഇപ്പോൾ US മാധ്യമങ്ങളും ട്രംപിൻ്റെ പല സമയത്തുള്ള വർത്തമാനങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം, അത് ഇറാന് സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള അവസരമാണ്. ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഖാർഗു ദ്വീപിൻ്റെ പ്രത്യേകത തന്നെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു കരയുദ്ധത്തിന് വേണ്ടി കഴിഞ്ഞ 20 വർഷമായി ഇറാൻ സൈന്യം സജ്ജമായിരിക്കുകയാണെന്ന് IRGCയുടെ പല പദവികളിൽപ്പെട്ട പല വക്താക്കൾ ഇതോടകം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ശത്രുവിനെ വിളിച്ചു വരുത്തി അവരെ ചുട്ടുകൊല്ലുന്ന, സ്രാവിന് ഭക്ഷണമാക്കി നൽകുന്ന തന്തൂരി സൈനിക ഫ്രൈ ഒക്കെ കൊടുക്കുന്ന പരിപാടി, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള കുഴിയും പെട്ടിയും ഒക്കെ ഇവിടെ റെഡിയാണ്. ട്രംപിന് പെട്ടികൾ അങ്ങ് അയച്ചു കൊടുക്കുന്ന പരിപാടിയായിരിക്കും ഈ യുദ്ധത്തിന് ശേഷം ഉണ്ടാവുക, കരയുദ്ധം തുടങ്ങിയാൽ ഉണ്ടാവുക എന്നൊക്കെയാണ് ഇറാൻ്റെ പല വക്താക്കളും പല രൂപത്തിൽ പറയുന്നത്. ഞാനതിനെ എൻ്റേതായ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഏതാണ്ട് ഇതേ അർത്ഥം തന്നെയാണ് അവർ പറയുന്നത്. അതായത് സൈനികരെല്ലാം കൊല്ലപ്പെടും, സ്രാവിന് ഭക്ഷണമാകും, അവർ നിന്ന നിൽപ്പിൽ ഇല്ലാതാകും, അങ്ങനെയൊക്കെയുള്ള പല വെല്ലുവിളികളും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ യുദ്ധത്തിൽ ഇതുവരെ പറഞ്ഞതെല്ലാം പ്രവർത്തിച്ച, പറഞ്ഞതെല്ലാം സംഭവിച്ചതൊക്കെ ഇറാൻ്റെ ഭാഗത്താണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അറിയാവുന്ന ഭാഷയിലൊക്കെ ഈ മണ്ടന്മാരോട് പറഞ്ഞതാണ്, ട്രംപിനോടും നെതന്യാഹുവിനോടും പറഞ്ഞതാണ്, നിങ്ങൾ ഈ യുദ്ധവുമായിട്ട് ഇറങ്ങി തിരിക്കരുത്. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു മേഖലാ യുദ്ധമാകും. 2, പിന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇറാൻ പറയുന്നിടത്തായിരിക്കും ഈ യുദ്ധം നിൽക്കുക. എപ്പോഴെങ്ങനെ എവിടെ വെച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആദ്യമേ നല്ല മര്യാദക്ക് ഇറാൻ പറഞ്ഞതാണ്. കേട്ടില്ല. മൊസാദ് നൽകിയ വിവരങ്ങളനുസരിച്ച് ആയത്തുള്ള അലി ഖൊമേനിയും ഇറാൻ്റെ കുറേ നേതാക്കളും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇറാൻ സാഷ്ടാംഗം വീഴും, അവിടെ വലിയ കലാപമുണ്ടാകും, അവിടെ പിന്നെ നമ്മുടെ ഭരണാധികാരികൾ വരും എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇവർ ഈ പണിക്കിറങ്ങിയത്. പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവം. അവിടെ മുതൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതികൾ മുഴുവൻ പാളിപ്പോയി. എന്ന് മാത്രമല്ല, ഇറാൻ്റെ സൈനിക ശേഷിയെ, ഇറാൻ്റെ മിസൈൽ ശേഷിയെ, ഡ്രോൺ ശേഷിയെ, റഷ്യയുടെ സാറ്റലൈറ്റ് ശേഷിയെ, ചൈനയുടെ നാവിഗേഷൻ ശേഷിയെ ഒക്കെ വില കുറച്ച് കണ്ടു. ഇവരൊന്നും ഒന്നിച്ച് നിൽക്കില്ല എന്ന് വിചാരിച്ചു. അറബ് രാജ്യങ്ങളൊക്കെ ട്രംപിനൊപ്പം യുദ്ധത്തിനിറങ്ങും എന്ന് ട്രംപ് വിചാരിച്ചു. നാറ്റോ രാജ്യങ്ങൾ ട്രംപിനൊപ്പം യുദ്ധത്തിനിറങ്ങും, അങ്ങനെ എല്ലാവരെയും കൂട്ടി വന്നിട്ട് ഇറാനെ അടിക്കാം എന്നൊക്കെ
ട്രംപ് കുറേ സ്വപ്നം കണ്ടു, പക്ഷേ ഒന്നും നടന്നില്ല. എല്ലാവർക്കും ട്രംപിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ട്രംപ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേലിൻ്റെ വഴിക്ക് യുദ്ധം ചെയ്യുന്നു, ട്രംപ് ആണെങ്കിൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കുറച്ചു കാലമായിട്ട് യുദ്ധമൊന്നുമില്ല. അപ്പോൾ വെടിനിർത്തലിലാണ്, സ്വയം പ്രഖ്യാപിക്കുകയാണ് വെടിനിർത്തൽ, ഞാൻ വെടിനിർത്തുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒന്ന്, ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 20 വർഷക്കാലത്തോളം കാത്തിരുന്ന ഒരു അവസരമാണിത്, ഇങ്ങനെയൊരു കരയുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അമേരിക്കയെ പൂർണ്ണമായും അമേരിക്കൻ സൈന്യത്തെ കൊന്നുകളയുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്നാണ് പറയുന്നത്. അത് ഒരു കാരണം, ഇറാൻ വെൽ പ്രിപ്പയർഡ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ ഖാർഗ് ദ്വീപിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇറാന്റെ തീരത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഖാർഗ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇതൊരു ചെറിയ ദ്വീപാണെങ്കിലും സാമ്പത്തികമായി ഇതൊരു വൻ കരയോളം വരും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷിതമായി അടുക്കാൻ കഴിയുന്ന ആഴക്കടൽ ടെർമിനലുകൾ ഇവിടെയുണ്ട്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഇവിടെ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത്. ഖാർഗ് ദ്വീപിൽ അധിനിവേശത്തിന് തുനിഞ്ഞാൽ അത് നിന്ന് കത്തും. അതോടെ പ്രതിസന്ധിയിലാവുക ലോകം തന്നെയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഖാർഗ് ദ്വീപിൽ ഒരു തീപ്പൊരി വീണാൽ അത് ഇറാന്റെ ഏറ്റവും വലിയ സംഭരണ കേന്ദ്രമാണ്, വാണിജ്യ കേന്ദ്രമാണ്. ഇറാന്റെ മുഴുവൻ എണ്ണയും ഓടിയിട്ടുണ്ടെന്നല്ല, ഇറാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ കൊണ്ടുപോകാൻ, അതായത് കപ്പലുകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അപ്പോൾ അത് കത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ വലിയ തോതിൽ എണ്ണക്ഷാമം ലോകത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഇറാന്റെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ അടങ്ങിയിരിക്കില്ല. ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളും കത്തിക്കും. സ്വാഭാവികമായിട്ടും വീണ്ടും എണ്ണക്ഷാമം രൂക്ഷമാകും. ഈ എണ്ണയൊക്കെ പിന്നെ എങ്ങനെ ട്രംപും നെതന്യാഹുവും കൂടി ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ലോകം ചോദിക്കുന്ന ചോദ്യം. അതിന് സാധിച്ചില്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന അടി അത് വളരെ വലുതായിരിക്കും. സ്വന്തം നാട്ടിലെ ആൾക്കാരെടുത്തിട്ട് അടിക്കും, ലോകരാജ്യങ്ങളും എടുത്തിട്ടടിക്കും, ഒരു സംശയവും വേണ്ട. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇറാനും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇറാന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനി എന്തിനാണ് നോക്കി നിൽക്കുന്നത്, ഇവരെയും കൂടി അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന നിലയിലേക്ക് പ്രകോപിപ്പിച്ച് അവസാനം അവരെ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിലേക്ക് എത്തിക്കുകയാണ് ഇറാൻ തന്ത്രപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു ചരിത്രം പറയാം. ഖാർഗ് ദ്വീപിനെ തകർക്കാൻ ശ്രമിച്ച ചരിത്രത്തിലെ ഒരേ ഒരു പേര് ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ്റെതാണ്. 1980 തുടങ്ങിയ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ടാങ്കർ യുദ്ധം എന്നറിയപ്പെട്ട വിനാശകരമായ ഘട്ടം അരങ്ങേറിയത് ഖാർഗിനെ കേന്ദ്രീകരിച്ചായിരുന്നു. അതും അമേരിക്കൻ പിന്തുണയോടെയായിരുന്നു. ഇറാന്റെ വരുമാനം മുടക്കാൻ സദ്ദാം തന്റെ വ്യോമസേനയെ ഖാർഗ് ദ്വീപിന് നേരെ തിരിച്ചു. തുടർന്ന് 100 കണക്കിന് തവണയാണ് ഇറാഖി വിമാനങ്ങൾ ഈ ദ്വീപിൽ ബോംബിട്ടത്. മാത്രമല്ല, എണ്ണക്കപ്പലുകൾ ലക്ഷ്യം വെച്ച് മിസൈലുകൾ തൊടുത്തുവിടുകയുണ്ടായി. എന്നാൽ ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ ഈ ആക്രമണങ്ങളൊന്നും വീശിയില്ല. ഇതിനു മുമ്പ് ഖാർഗ് പിടിച്ചെടുക്കാൻ വലിയ ശ്രമം നടന്നില്ല. അന്നും അമേരിക്കയുടെ പിന്തുണയോടുകൂടിയൊക്കെ തന്നെയാണ് നടന്നത്. പക്ഷേ അന്നും വലിയ പ്രതിരോധത്തിന്റെ കഥയായിരുന്നു ഇറാന് പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഇറാന്റെ എണ്ണ പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു ഭീഷണിയായി നമുക്ക് കാണാൻ കഴിയില്ല. തന്റെ ആദ്യ ഭരണകാലത്ത് പോലും മാക്സിമം പ്രഷർ നയത്തിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കാൻ ട്രംപ് ശ്രമിച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കം. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഖാർഗ് ദ്വീപിനെ സൈനികമായി നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇറാന്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകളുടെ ശേഖരങ്ങൾ, മറ്റ് ഏതൊക്കെ തരത്തിൽ ആക്രമിക്കാമോ ആ തരത്തിലുള്ള മുഴുവൻ സന്നാഹങ്ങളും ഈ ഖാർഗ് ദ്വീപിന് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട് ഇറാൻ. എന്ന് മാത്രമല്ല, ഖാർഗ് ആക്രമിക്കപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടപ്പെടും. ഇപ്പോഴുള്ള നിയന്ത്രണത്തോടെയുള്ള തുറക്കലും ഇല്ലാതാകും. അതായത് ഇന്ത്യക്കടക്കം വലിയ തിരിച്ചടി ഉണ്ടാകും. എന്ന് മാത്രമല്ല, സൂയസ് കനാല്, ബാബൽ മന്ദബ് കടലിടുക്ക്, അതായത് ചെങ്കടൽ പൂർണ്ണമായി ഹൂത്തികൾ അടയ്ക്കും. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വാണിജ്യ കപ്പലുകളടക്കം നിന്ന് കത്തുന്ന സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ സൈനികമായിട്ട് ഈ ദ്വീപ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇനി അഥവാ ഈ ദ്വീപിനെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന 50,000 സൈനികരെയൊക്കെ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്ത് തീർക്കാനാണ് ശ്രമമെങ്കിൽ 10 ലക്ഷം സൈനികരുടെ തിരിച്ചടി, മിസൈലുകളുടെ തിരിച്ചടി, ഡ്രോണുകളുടെ തിരിച്ചടി ഒക്കെ നേരിടേണ്ടി വരും. എന്ന് മാത്രമല്ല, ഈ അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള കപ്പലുകൾ, പടക്കപ്പലുകൾ നിന്ന് കത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയും. ഈ പറയുന്ന സൂയസ് കനാല് പൂർണ്ണമായി അടയും. അങ്ങനെ വരുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി മാറും. പിന്നെ ട്രംപിന് അതിൽ നിന്ന് ഊരുക എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ ഏതോ ഒരു സാധനം ആപ്പിൻ്റെ ഇടയിൽ കുടുങ്ങിയ അവസ്ഥയായിരിക്കും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തുള്ള അവസ്ഥയായിരിക്കും. നല്ല വേദനയുണ്ടാവും. ട്രംപ് നിന്ന് നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ചുറ്റുമുള്ളവരാരും ട്രംപിനെ സഹായിക്കാനും വരില്ല. ആ ഒരു അവസ്ഥയിലേക്ക് സ്വയം എടുത്തെറിയപ്പെടുകയാണോ ട്രംപ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ട്രംപിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്നും കരുതേണ്ടി വരും. എന്തായാലും 25 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇറാനിൽ നിന്ന് ഖാർഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ ബാലിസ്റ്റിക് മിസൈല്, ഡ്രോണ്, ആർട്ടിലറി പിന്തുണ, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് ഇറാൻ അവിടെ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അമേരിക്ക വിചാരിക്കുന്ന പോലെ
അത്ര വലിയ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദ്വീപ് പറയുന്നത് പോലെ പിടിച്ചെടുക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടി കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുകയാണെങ്കിൽ ഇറാൻ കാത്തിരുന്ന ഒരു സുവർണ അവസരമായിട്ട് അത് മാറും. 50,000-ഓളം സൈനികർക്ക് കൂട്ടമരണം ഉണ്ടായേക്കും. ഇറാൻ്റെ അവകാശവാദം അതാണ്. ഇറാൻ്റെ മിന്നൽ പിണറുകൾ അവിടേക്ക് എത്തും. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണവും ഉണ്ടാക്കും. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ട്രംപ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ.